വളതൊടിയാ. അപ്പോൾ ഈ മാസത്തെ നമ്മളുടെ അവസാനത്തെ വീഡിയോ ഉണ്ട്. അതായത് മാർച്ച് 31 ചൊവ്വാഴ്ച നിന്ന് ഞായറാഴ്ചത്തെ ദിവസം കഴിഞ്ഞെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കച്ചവടം കിട്ടുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞില്ല. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെട്ടിക്കാട് പോണവരുടെ തിരക്കായിരിക്കത്തുള്ളൂ. അതായത് ചെട്ടിക്കാട് പള്ളിയിൽ അന്തോണിസ് പുണ്യാളൻ്റെ പള്ളിയുണ്ട് അവിടെ ചെട്ടിക്കാട്. അപ്പോൾ പല ദൂരദേശത്തുള്ള ആൾക്കാരും അങ്ങോട്ട് പോകും. അതായത് ചെട്ടിക്കാടുക്ക് പോകാറുണ്ട്. അപ്പോൾ തൃശ്ശൂർ, അങ്കമാലി ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളുടെ ഈ വഴി പോകാറുണ്ട്. നമ്മുടെ കൃഷ്ണകോട്ട പാലം കീറിയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവരുടെ കച്ചവടം കൂടുതലായിട്ട് കിട്ടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ഈ ആഴ്ചയിൽ ഇട ദിവസങ്ങളിൽ വെച്ചിട്ട് ഈ തിരക്ക് കൂടുതലുള്ളൊരു ദിവസം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെ എല്ലാവർക്കും നമ്മൾ ചൊവ്വാഴ്ച സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. വളതൊടിയാ എത്രയാണ് നമുക്ക് എത്ര കൊടുക്കും? അതായത് നമ്മുടെ കടയിൽ ഇന്ന് ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീനാണ് ഈ വളതൊടി വറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വളതൊടി എന്നാണ് കറക്റ്റ് പേര്. വളതൊടി വറ്റ എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറ്റടേക്ക് ഏകദേശം ഒരു രൂപ ഉള്ളതുകൊണ്ട് വളതൊടി വറ്റ എന്ന് കൂടി ചേർത്ത് വെറുതെ വിളിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഈ മീൻ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു മീനാണ്. ഇത്രയും വലുപ്പമുള്ള മീനൊക്കെ നമുക്ക് വളരെ അതിനും റെയറായിട്ടാണ്. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്നാണ് ഇതിനു മുൻപ് ഇത്രയും വലുപ്പമുള്ള വളതൊടി വറ്റേനെ കണ്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വറ്റ എന്ന് പറയുമ്പോൾ ഇതേ കാണുന്നതാണ് ചെറുത്. ഇപ്പോൾ ഒരു നമ്മളിത് 440 രൂപ വിറ്റ നല്ല ഉഗ്രൻ വറ്റയുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ സൈസ് വരുന്ന വറ്റയാണ് കാണുന്നത്. പക്ഷേ വളതൊടി വറ്റ വേറെയാണ്. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസ് കണ്ടവർക്കറിയാം, ഏറ്റവും കൂടുതൽ ഞണ്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ദിവസങ്ങളായിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ കടയിൽ കക്കയിറച്ചി അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ കണ്ട വറ്റ ഇതാണ്ട്, അതായത് 2 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 1 കിലോ സൈസ് വരുന്ന വറ്റയായിരുന്നു നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. 440 രൂപ കണ്ട നമ്മൾ. പിന്നെ നമുക്ക് പതിവ് പോലെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന കേരയാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 10 കിലോ സൈസ് എന്തോണ് ഇതിൻ്റെ തൂക്കം. യെല്ലോ ഫിൻ ട്യൂണയാണ് കേര. അപ്പോൾ അതേ ഇതിനെ കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഇവർക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ചാക്കോച്ചേട്ടൻ തന്നെയാണ് പതിവ് പോലെ ഈ കേരയും കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ അതിൻ്റെ ചിറകും വാലൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങുന്നത്. ഇത് നമ്മൾ സാധാരണ കറി പീസായിട്ടൊന്നുമല്ല കട്ട് ചെയ്ത് കൊടുക്കുന്നത്. 2-3 പീസാക്കിയിട്ട് വലിയ പീസുകൾ ആക്കിയിട്ടായിരിക്കും നമ്മൾ ഇവർക്ക് കൊടുക്കാറുള്ളത്. എന്നിട്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അവർ കട്ട് ചെയ്ത് മാറ്റി അവരുടെ ആവശ്യത്തിനുള്ള പീസുകളാക്കി മാറ്റുന്നത്. കണ്ടില്ല, ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന പോലെ തലയുടെ താഴെ വെച്ചിട്ട് കട്ട് ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒത്ത നടുക്കെണ്ണെന്നൊക്കെ പറയില്ല, അതേപോലെ കട്ട് ചെയ്തെടുക്കും. പിന്നെ വാൽഭാഗം ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റ് ടീമിന് കൊടുത്ത് വിടാറുള്ളത്. അപ്പോൾ അവർക്ക് ഇഷ്ടാനുസരണം. കേര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നല്ല മീറ്റുള്ള മീനാണ്. മുള്ളു സെൻറ്റർ ബോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് ആകൃതിയിലുള്ള കഷ്ണങ്ങളാക്കാനും വളരെ ഈസി ആയിട്ട് ഉള്ള മീനാണ്. കണ്ട, അപ്പോൾ അവർക്ക് വാൽ കഷ്ണം ആദ്യം തന്നെ നമ്മളുടെ ഈ കവറിലോട്ട് എടുത്ത് വെച്ച് കൊടുത്തു. അതേപോലെ എല്ലാ ഭാഗങ്ങളും ഓരോരോ കവറിലാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ വേറൊരു ചേട്ടൻ ഒരു സഞ്ചിയിലാക്കിയിട്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കി നോക്കട്ടെ. അപ്പോൾ പതിവ് പോലെ അതും ഞണ്ട് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ഈ സമയത്ത് വരുന്നൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. അതുകൊണ്ട് തന്നെ 200 രൂപ മുതൽ 200, 300, 500 അങ്ങനെ പല ക്വാളിറ്റിയിലുള്ള ഞണ്ടുകൾ പല വിലയിൽ അവൈലബിളാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് വില കുറച്ച് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റൂട്ടോ. അതേപോലെ തന്നെ എല്ലാ മീനുകളും ഇപ്പോൾ കിട്ടുന്നില്ല. അത്യാവശ്യം കണ്ട ഈ കരിമീനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ കാണുന്ന പോലെ ഇത്രയും നമ്മുടെ കടയിൽ ആകെ രാവിലെ ഉണ്ടായിരുന്ന കരിമീൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കേരയാണ് നമുക്ക് കടൽ മീനായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. കേര പോലുള്ള മീനുകൾ, കേര ഓലക്കുടി പോലുള്ള മീനുകളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ അത് അടുത്ത ചേട്ടനും ആ സഞ്ചിയിലാക്കി കൊണ്ടുവന്നേക്കുന്നത്, ആ കവറിലാക്കി കൊണ്ടുവന്നേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞണ്ട് തന്നെയാണ്. അതിൻ്റെ കെട്ടാണ്ട് ആ ചേട്ടൻ അഴിക്കുന്നത്. അപ്പോൾ ഇവരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡെയിലി നമ്മുടെ കടയിൽ മീനും ചെമ്മീനും ഞണ്ടൊക്കെ കൊണ്ടുവന്ന് തരുന്നതാണ്. ആ ചേട്ടൻ കൊണ്ടുവന്ന രാത്രി പണിക്ക് പോയിട്ട് പിടിച്ചു വന്ന ഞണ്ടുകളാണ്. ഏകദേശം ഒരു 5-6 കിലോ ഞണ്ട് ആ ചേട്ടൻ്റെ കയ്യിൽ ഇന്ന് എന്തായാലും ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ഉപജീവനമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മീനും ചെമ്മീനും ഞണ്ടിലേക്ക് പിടിച്ച് നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. പക്ഷെ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസയൊക്കെ ആ ചേട്ടന് എപ്പോഴും കിട്ടാറുണ്ട്. ആ ചേട്ടൻ നല്ല അത്യാവശ്യം പണിയെടുക്കാനായിട്ട് മനസ്സുള്ള എല്ലാവർക്കും അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വണ്ടിയിലാക്കി കൊണ്ടുവന്നിരിക്കുന്നത്, ചാക്കിലാക്കിയിട്ട്. അപ്പോൾ ഞാൻ പോയിട്ടൊരു ബോക്സ് എടുത്തിട്ട് വന്നു. അപ്പോൾ അതിലോട്ട് ചൊരിയാനായിട്ടാണ് നമ്മുടെ പ്ലാൻ.
അപ്പോൾ അതേ ചാക്ക് നിറയെ ഏകദേശം ഒരു 10-55 കിലോ എന്തായാലും അതിലുണ്ട് മീൻ. അപ്പോൾ ആ ചാക്കിൽ ഞാൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇപ്പോൾ കാളാഞ്ചി കേട്ടോ, കാളാഞ്ചി. അപ്പോൾ അതിലെന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉഗ്രൻ, നല്ല ജീവനുള്ള 2 കിലോ, 3.5 കിലോ, 4 കിലോ വരെ സൈസുള്ള കാളാഞ്ചികളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ജീവനുണ്ട്, ഒരെണ്ണത്തിന് പോലും ജീവനില്ലാതെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ നമ്മൾ അത് പോയിട്ട് തൂക്കിയെടുത്തു. പോളിച്ചേട്ടനും പിന്നെ മീൻ കൊണ്ടുവന്ന ചേട്ടനും കൂടി തൂക്കിയിട്ട് അതിൽ കുറച്ച് മീനൊക്കെ നമ്മൾ പോയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഇടും. ലൈവായിട്ട് നമ്മൾക്ക് ഇനി വൈകിട്ട് വരെ ലൈവായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓക്സിജൻ്റെ സജ്ജീകരണമൊക്കെ ചെയ്ത ടാങ്കിലോട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ വരുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പേര് അവിടെ നോക്കിയിട്ടുണ്ടായിരുന്ന കസ്റ്റമേഴ്സ്, ഇഷ്ടംപോലെ ചെട്ടിക്കാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെട്ടിക്കാട് പോയി വരുന്ന കുർബാന കഴിഞ്ഞ് വരുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ കാളാഞ്ചികൾ ഇന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നെന്ന് പറഞ്ഞാൽ ഉച്ചവരെ ആയപ്പോഴേക്കും നമ്മുടെ ഫിഷ് ടാങ്കിലുള്ള കാളാഞ്ചികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് കൊടുക്കാനായിട്ട് വൈകിട്ട് വരെ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും വന്നതാട്ടോ ഈ കാരച്ചിമ്മീനും പിന്നെ പല വക ഐറ്റംസൊക്കെ. കരിമീനൊക്കെ കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും കാരച്ചിമ്മീൻ ഇന്ന് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പണിക്കാർക്ക്, പുഴയിൽ പണിയെടുക്കുന്ന ചേട്ടന്മാർക്ക് അത്യാവശ്യം കാരച്ചിമീൻ കിട്ടുന്നുണ്ട്. അവർക്ക് സ്വർണ്ണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ അങ്ങനെ കിട്ടത്തുള്ളൂ, കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഓരോരുത്തർക്ക് 2 കിലോ 3 കിലോ ഒക്കെ വെച്ചിട്ട് കാരച്ചിമീൻ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് നമ്മുടെ താരം വിജിച്ചേട്ടൻ വന്നിട്ടുണ്ട്. വിജിച്ചേട്ടൻ ഇന്നൊരു സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിക്കോട്ടെ. അപ്പോൾ വിജിച്ചേട്ടൻ ആ ചെറിയ സഞ്ചി കണ്ടൊന്നും നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട. പക്ഷേ സഞ്ചിയിലുള്ള സാധനങ്ങൾ വേറെ ലെവലാണ്ടോ നോക്കി. അതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോ സൈസുള്ളൊരു ഞണ്ട്, കറക്റ്റ് 1 കിലോ തൂക്കുള്ളൊരു മഡ് ക്രാബായിരുന്നു കേട്ടോ. അതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2500 രൂപ ആയിരുന്നു കിലോയ്ക്ക് നമ്മൾ വിജിച്ചേട്ടന് കൊടുത്ത തുക കേട്ടോ. നോക്കി കാലെല്ലാനും സെയിമാണ്, നല്ല വെള്ള ഞണ്ട്, അടിപൊളി ഞണ്ട്. അപ്പോൾ ഇതിലൊന്നും പറയാണ്ടായിരുന്നില്ല, പെർഫെക്റ്റ് ക്വാളിറ്റി ആയിരുന്നു. നമുക്ക് പെൻഡിങ്ങോ അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ല ഞണ്ടായിരുന്നു. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് നമ്മുടെ സീതമ്മയുടെ അടുത്തോട്ടാണ്. സീതമ്മ അപ്പോൾ നമ്മുടെ പതിവ് പോലെ കരിമീൻ നന്നായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നാടൻ കരിമീൻ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ ഒരു സൈസ് വരുന്ന കരിമീൻ പാള പോലെ ഇരിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട് തന്നെ പാളക്കരിമീൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറുണ്ട്. അതായത് പാള പോലെ ഇരിക്കുന്ന കരിമീൻ എന്നുള്ളൊരു ആ ഒരു ടൈം ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ പാളക്കരിമീൻ, വലുപ്പമുള്ള കരിമീൻ എന്നാണ് അതിൻ്റെ അർത്ഥം വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ സീതമ്മ നന്നാക്കണ ആ ഒരു ശൈലി കണ്ട, കരിമീൻ ചെത്താനായിട്ട് സീതമ്മയ്ക്ക് ഭയങ്കര കഴിവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരി മാംസം പോലും ഇല്ലാണ്ട് പറഞ്ഞ നേരം കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു കരിമീൻ അങ്ങോട്ട് ചെത്തിക്കഴിയും. അപ്പോൾ കരിമീൻ ചെത്താനായിട്ട് സീതമ്മനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അംബിക ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അംബിക ചേച്ചിയും ക്ലീൻ ചെയ്യും. അപ്പോൾ ഇന്ന് അംബിക വേറെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അംബിക ചേച്ചിയും ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടി മുള്ളും കാര്യങ്ങളൊക്കെ വെട്ടിട്ട് കൊടുക്കും. സീതമ്മ അത് ചെതുമ്പലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഏകദേശം ഒരു 3 കിലോളം കരിമീനാണ് ആ കിടക്കണത് കേട്ടോ. കണ്ടോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നോക്കി സീതമ്മ അതിൻ്റെ ചെതുമ്പലൊക്കെ അങ്ങോട്ട് ചെത്തി വൃത്തിയാക്കി വെള്ള കുട്ടപ്പനാക്കി ഇരിക്കണമെന്ന് നോക്കി. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കരിമീൻ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ക്ഷാമമാണ്, എന്നിരുന്നാലും നമ്മൾ ഈ സംഭവം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഡെയിലി വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ രീതിക്കാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നമ്മുടെ കടയിൽ ഇന്ന് ഉണ്ടായിരുന്ന പ്രധാന ഐറ്റംസ് ഈ കാണുന്നതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. താങ്ക് യു സോ മച്ച്.